ഇടുക്കി രാജകുമാരിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയെ ആക്രമിച്ച് മാല കവർന്നു. തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി വസന്തകുമാറിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. രാഹുൽ, ഈ പ്രദേശത്ത് മോഷണം പതിവാണോ അതോ ഇത് ആദ്യത്തെ സംഭവമാണോ? എന്താണ് ഉണ്ടായത്? നാട്ടുകാർ ഈ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു എന്നാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെ? ഗോപേഷൻ അല്പസമയം മുമ്പ്, അതായത് 10 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിൽ ഈ വീട്ടമ്മ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ കള്ളൻ എത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ വീട്ടമ്മയുടെ ഈ വീടിന് പുറകിൽ ഒളിച്ചിരുന്ന കള്ളൻ വീട്ടമ്മ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവരെ ആക്രമിക്കുകയും മാല പൊട്ടിക്കുകയുമായിരുന്നു. ഈ പ്രദേശത്ത് അങ്ങനെ മോഷണ പരമ്പരകളൊന്നും നടന്നിട്ടുള്ളതല്ല. ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് മേരിക്കുട്ടി എന്ന് പറയുന്ന വീട്ടമ്മ പറയുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ വീട്ടമ്മയെ ആക്രമിച്ച ശേഷം 3.5 പവൻ തൂക്കം വരുന്ന മാലയും പൊട്ടിച്ച് ഈ വസന്തകുമാർ എന്ന കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അതുവഴി വന്നൊരു ഓട്ടോയിൽ കയറി പൂപ്പാറയിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ട് ഈ ഓട്ടോക്കാരനെ കണ്ടെത്തുകയും ഈ ഓട്ടോ പോയ വഴി പോവുകയും ചെയ്തു. അങ്ങനെ ഓട്ടോ തടഞ്ഞു നിർത്തി പ്രതിയെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വസന്തകുമാർ തേനി സ്വദേശിയാണ്, തമിഴ്നാട് സ്വദേശിയാണ്. ജോലി അന്വേഷിച്ച് ഇടുക്കിയിലേക്ക് എത്തിയതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മൂലത്തറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ മോഷണം നടത്താനുള്ളൊരു തീരുമാനം വസന്തകുമാർ എടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഈ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തതിന് ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ശാന്തമ്പാറ പോലീസാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. രാജാക്കാട് പോലീസിന് ഈ പ്രതിയെ കൈമാറുകയും ചെയ്യും. നേരത്തെ രാഹുൽ പറഞ്ഞു ഇത് ഒരു സ്ഥിരമായി അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല, പ്രദേശമല്ല. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമാണ്. ഇവർ നിലവിളിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി ഇയാളെ പിടികൂടുകയായിരുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഈ വീട്ടമ്മയെ ആക്രമിച്ച് നിലത്ത് വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടമ്മയുടെ നിലവിളി കേട്ട് അയൽവക്കത്തുണ്ടായിരുന്ന ആളുകൾ എത്തുകയായിരുന്നു. അയൽവക്കത്തുണ്ടായിരുന്ന ആളുകൾ വന്നപ്പോഴേക്കും ഈ പ്രതി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഓടി ഒരു ഓട്ടോറിക്ഷയിലാണ് പോയത്. പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർ ചോദിച്ചറിയുകയും അതുപോലെ തന്നെ വാട്സപ്പിൽ ഉൾപ്പെടെ ഈ ഓട്ടോയുടെ നമ്പറും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് നാട്ടുകാരെ പെട്ടെന്ന് അലർട്ട് ചെയ്തു. നാട്ടുകാർ എന്തായാലും കാര്യക്ഷമമായി തന്നെ ഇടപെട്ടു എന്ന് വേണം പറയാൻ. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പല ഭാഗത്തുള്ള, അതായത് ഈ രാജകുമാരി ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് പൂപ്പാറയിലുള്ള ആളുകളെയെല്ലാം ഈ വാട്സപ്പ് വഴി സന്ദേശം അയച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇന്ന ആളാണ് പ്രതി എന്ന് മനസ്സിലാക്കുന്നു, അയാളെ എവിടെ കണ്ടാലും തടഞ്ഞു നിർത്തണമെന്ന നിർദ്ദേശം വാട്സപ്പിലൂടെ നൽകുകയായിരുന്നു, പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ആളുകൾ ഈ പ്രതിയെ വസന്തകുമാറിനെ പൂപ്പാറയ്ക്ക് സമീപത്ത് വെച്ച് ഓട്ടോയിൽ തന്നെ തടഞ്ഞു നിർത്തി പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊരു ആസൂത്രിതമായിട്ടുള്ള മോഷണമാണ് എന്നുള്ളത് തന്നെ നിസ്സംശയം പറയാം. കാരണം ഈ വീട്ടിൽ വീട്ടമ്മ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ശേഷം വീടിന് പിന്നാമ്പുറത്ത് വന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. വീട്ടമ്മ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മോഷണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.